ഹലോ. അപ്പോൾ തംബ്നെയിലിൽ കണ്ട പോലെ നമുക്ക് 3 ഐറ്റംസ് മാത്രം മതി കേട്ടോ, ഈസി ആയിട്ട് നമുക്ക് തന്നെ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇടയിൽ ഒരു സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട്. അതെന്താ വെച്ചാൽ അതാ ഈ ഗ്ലാസ് കൂടെ കാണാം, ഒരാൾ ഇവിടെ ഇരുന്നിട്ട് മിച്ചർ കഴിക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ സൗണ്ടാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ 3 സാധനങ്ങൾ മാത്രം മതി നമുക്ക് സ്വന്തമായിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഉണ്ണി നന്നായി. ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് 1 വർഷമൊക്കെ കഴിയാറായി. പക്ഷെ കുറച്ചായിട്ടുള്ളൂ ഇപ്പോൾ ആക്റ്റീവായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോസ് ചെയ്യണത് എൻ്റെ ഉണ്ണിയുടെ വീഡിയോസ് ചെയ്യും, പിന്നെ കുറച്ച് കുക്കിംഗ് ചെയ്യും, പിന്നെ എൻ്റെ കുറച്ച് ഗെറ്റ് റെഡി വിത്ത് മീ മിനി വ്ളോഗ് അങ്ങനെ കുറച്ചൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ ആക്റ്റീവായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ തന്നെ നമുക്ക് ഡെയിലി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടും. ഷോർട്സ് അപ്ലോഡ് ചെയ്യാന്ന് വെച്ചാലാണ് ഒന്നും കൂടി ഈസി ആയിട്ട് സബ്സ്ക്രൈബേഴ്സ് കൂടുക കേട്ടോ. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയുണ്ടാവും. അപ്പോൾ എന്തൊക്കെയാണ് 3 സാധനങ്ങളെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ നമുക്ക് വേണ്ടത് ഒരു ട്രൈപോഡാണ് കേട്ടോ. അപ്പം ഞാൻ മേടിച്ചിരിക്കുന്ന ട്രൈപോഡ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. അതിന് 200 ബിലോ ആയിട്ടാണ് വന്നിട്ടുള്ളൂ കേട്ടോ. പിന്നെ അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സാധനങ്ങളും അല്ല യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് വന്നിരിക്കുന്നത് ആ ട്രൈപോഡ് നമുക്ക് ഈസി ആയിട്ട്, ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് തന്നെ ട്രൈപോഡിലാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അതൊരു സ്ഥലത്ത് പ്ലേസ് ചെയ്തിട്ട് നമുക്ക് സ്വന്തമായിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റും കേട്ടോ. അതിൻ്റെ ആവശ്യമില്ല. പിന്നെ സെക്കൻഡായിട്ട് വേണ്ടത്, ഇപ്പോൾ എല്ലാവരും ഐഫോണിൽ അങ്ങനത്തേലൊക്കെ ആയിരിക്കും എടുക്കണ്ടാവുക. ഞാൻ നോർമൽ ഫോണിൽ തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ ക്ലാരിറ്റിയുടെ പ്രശ്നം ഉണ്ടാവും. മോർണിംഗ് ടൈമിൽ എടുക്കുകയാണെന്ന് വെച്ചാൽ അത്രയ്ക്ക് ലൈറ്റിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയല്ല വെച്ചാൽ ഒരു നോർമൽ ചെറിയൊരു റിംഗ് ലൈറ്റ് ഉണ്ട്, അത് വാങ്ങിച്ച് യൂസ് ചെയ്യാം കേട്ടോ. ഞാനതൊന്നും യൂസ് ചെയ്യണില്ല, ഞാൻ ഡേ ടൈമിലാണ് വീഡിയോസ് എടുക്കാറ്. അപ്പോൾ റിംഗ് ലൈറ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാം കേട്ടോ. അത് ഒരു 200 ബിലോ ആണ് വരുന്നത്. എല്ലാം 200 ബിലോ ആണ് കേട്ടോ വരുന്നത്. അതിനുശേഷം ഇപ്പോൾ നമ്മൾ നോർമൽ ഫോണിലൊക്കെ എടുക്കണവരാണെച്ചാൽ നമുക്ക് ചിലപ്പോൾ സ്റ്റോറേജിൻ്റെ ഇഷ്യൂസൊക്കെ വരാറുണ്ട് അല്ലേ. എനിക്ക് എപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പെൻഡ്രൈവും OTG അഡാപ്റ്റർ എന്നാണ് കേട്ടോ അതിന് പറയുക. പെൻഡ്രൈവും പോർട്ടബിൾ കണക്ടർ പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അപ്പോൾ അത് രണ്ടും ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അതും 200 ബിലോ ആയിട്ടാണ് റേറ്റ് വരുന്നത്. ഞാൻ റേറ്റൊക്കെ ഇവിടെ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്ക് ഈസി ആവും. അപ്പോൾ ലാപ്ടോപ്പും കമ്പ്യൂട്ടറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് വീഡിയോസ് അത് കയ്യിലേക്ക് കയറ്റിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മൾ ഫോണിലാണ് എപ്പോഴും വീഡിയോസ് എടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റോറേജിൻ്റെ ഇഷ്യൂസൊക്കെ ചില ഫോണിലൊക്കെ വരാറുണ്ട് കേട്ടോ. എൻ്റെ ഫോണിലൊക്കെ വരാറുണ്ട്. അതുകൊണ്ട് ഞാൻ ആ സാധനം യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ 3 സാധനങ്ങൾ മാത്രം മതി നമുക്ക് വീഡിയോസ് എടുക്കാൻ തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്തവരാണെന്ന് വെച്ചാൽ വേഗം സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. എന്തായാലും നമ്മൾ കുറച്ച് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താലാണ് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള പ്രോഫിറ്റൊക്കെ കിട്ടി തുടങ്ങുള്ളൂ. എന്തായാലും ടൈം എടുക്കും. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ട്രൈപോഡ് ഇതാണ് കേട്ടോ. അപ്പോൾ ഒരു കൈയുടെ ഉള്ളിൽ തികയണ അത്ര ചെറിയൊരു ട്രൈപോഡാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ലെങ്ത്തും ഒക്കെ നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ കൂടെ ഒരു ബ്ലൂടൂത്തിൻ്റെ ഒരു സാധനം വന്നിട്ടുണ്ട്. ഇതും നമുക്ക് പ്രസ് ചെയ്തിട്ട് വീഡിയോസ് ഡിസ്റ്റൻസിൽ നിന്നൊക്കെ എടുക്കാനൊക്കെ പറ്റും കേട്ടോ. പോസ് ചെയ്യാനും പ്ലേ ചെയ്യാനൊക്കെ ഇതിൽ പറ്റും. ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യാനൊക്കെ ഈ ഒരു ബ്ലൂടൂത്തിൻ്റെ സംഭവം വെച്ചിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു ട്രൈപോഡാണ്. ഞാൻ മേടിക്കുമ്പോൾ 200 ബിലോ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 279 സംതിങ് ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് നമുക്ക് നമുക്ക് വെർട്ടിക്കലായിട്ട് ഹൊറിസോണ്ടലായിട്ടും ഒക്കെ വെക്കാൻ പറ്റും. ഈസി ആയിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റും. അത്ര ചെറിയ ഒരു ട്രൈപോഡാണ് കേട്ടോ. അത്ര കുറച്ച് ചെറുതാണ്, ഇത്രേ ഉണ്ടാവുള്ളൂ. ഒരു കൈയിൻ്റെ അത്ര ഉണ്ടാവുള്ളൂ. ചെറിയൊരു ട്രൈപോഡാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്ന് വെച്ചാൽ അത് മേടിക്കാൻ ഞാൻ ഡീറ്റെയിൽസൊക്കെ കൊടുക്കാം സൈഡിൽ. അതിൻ്റെ റേറ്റ് 300 ബിലോ ആണ് വരുന്നുള്ളൂ കേട്ടോ. റിംഗ് ലൈറ്റ് എന്ന് പറയുന്നത് അതും ക്യാമറയുടെ അവിടെ വെക്കാൻ പറ്റും ചെറിയൊരു ടൈപ്പ് റിംഗ് ലൈറ്റ് ആണ്. അത് നമുക്ക് കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ എവിടേക്ക് വേണമെങ്കിലും ക്യാരി ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ചെറിയൊരു ടൈപ്പ് റിംഗ് ലൈറ്റ് ആണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന ട്രൈപോഡ് ഇതാണ് കേട്ടോ. ഇത്ര ചെറുതായിട്ടും വെക്കാം. പിന്നെ നമുക്ക് ഇവിടെ അങ്ങനെ ലെങ്ത്ത് കൂട്ടുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഫോണ് ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും ഒക്കെ നമുക്ക് വെക്കാം. ഫോൺ നമുക്ക് 2 ടൈപ്പിലും വെക്കാം കേട്ടോ. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഏത് ടൈപ്പ് ഫോണും ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാനൊക്കെ ഇത് പറ്റും. അങ്ങനെ ചെയ്തിട്ട് വെക്കാം. പിന്നെ ഇതിൻ്റെ ലെങ്ത്തും കൂട്ടാനൊക്കെ പറ്റും കേട്ടോ. പിന്നെ അതിങ്ങനെ ഹോൾഡ് ചെയ്യാനും ഒക്കെ പറ്റുന്നതാണ്. അപ്പോൾ ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്നതാണ്. കണ്ടോ, ഒരു കൈയിൻ്റെ അത്ര ലെങ്ത്ത് വരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതിൽ വരേണ്ടതാണ് ഒരു ബ്ലൂടൂത്തിൻ്റെ ഒരു സംഭവം. ഇത് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനും പോസ് ചെയ്യാനും ഒക്കെ പറ്റും കേട്ടോ. അത്ര
അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.